രാഹുൽ ഗാന്ധി എന്ത് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കെ സി വേണുഗോപാല. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അത്രയും ചില അവിശുദ്ധമായ ബന്ധങ്ങൾ ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ അവതാളത്തിലാക്കുകയും അതിൻ്റെ നയസമീപനങ്ങൾക്കകത്ത് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതും ദുസ്വാധീനം അത് ചെലുത്തുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാ, അത് തിരുത്തേണ്ടതാ. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയൊന്നുമല്ലല്ലോ. ഏറെ പാരമ്പര്യമുള്ള പതിറ്റാണ്ടുകളോളം ഇന്ത്യയെ ഭരിച്ച ഒരു പാർട്ടി ഈ അപകടത്തിലേക്ക് പോയി ചാടിക്കുന്നതിനകത്ത് കെ സി വേണുഗോപാലാണ് ഒരു പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ കെ സി എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല? കീ റോളിൽ അദ്ദേഹം ഇരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ആ പാവത്തിനെ ഇങ്ങനെ മുമ്പിൽ കൊണ്ട് നിർത്തിയെന്നേ ഉള്ളൂ. പണ്ട് സർദാർജിയെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയ പോലെ. കാരണം ഇവർക്ക് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏബിൾ അല്ലാത്ത ഒരാളെ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആൻറ്റോ ആൻ്റണിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൻറ്റോ ആൻ്റണി ഡൽഹിയിൽ നിന്ന് ഇവൻ സ്വിച്ചിട്ടാൽ മാത്രമേ ഇവിടെ ചരിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഇവന് ഭീഷണിയില്ല, കേരളത്തിൽ തലയെടുപ്പുള്ള നേതാവ് വരാതിരിക്കുക. അതാണ് കെ സി ഉദ്ദേശിച്ചത്.